45ഓളം മുറിവുകൾ, അതിൽ കഴുത്തിൽ മാത്രം 18 കുത്തുകൾ, മരണം ഉറപ്പായ ശേഷവും വീണ്ടും കുത്തേറ്റ ഒരു ശരീരം. ഇത് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പാളയത്ത് സംഭവിച്ച ഒരു സംഭവമാണ്. ബിജു എന്ന് പറയുന്ന യുവാവിന്റെ കൊലപാതകത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ബിജുവിന്റെ കൊലക്കേസിൽ പെട്ട പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ കേരളം 2 ദിവസമായിട്ട് വിശ്വസിച്ച ആ കഥ തെറ്റായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതി പിടിയിലാകുമ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം. ആരും പ്രതീക്ഷിക്കാത്ത വൻ ട്വിസ്റ്റാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ലഹരി മാഫിയയുടെ പ്രതികാര കൊലയല്ല, ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിലുള്ള പ്രതികാരവുമല്ല എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊന്നാണ്. പ്രതി ഒരു ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളല്ല. ബിജു എന്ന് പറയുന്ന കൊല്ലപ്പെട്ട യുവാവിന്റെ ബന്ധുവാണ് കൊലയാളി. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ്. അതിലേറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബിജുവിന്റെ മൃതദേഹം അവിടെ പൊതുദർശനത്തിനൊക്കെ വെച്ചപ്പോ ഈ 22 വയസ്സുകാരനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നു, കണ്ണീരിൽ ആണ് വന്നത്, കരയുന്നു, എല്ലാവരുടെയും ദുഃഖത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. വലിയ രീതിയിൽ അഭിനയം, അത്രയും എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള അഭിനയം ഈ 22 വയസ്സുകാരന് ഈ കൊലപാതകം നടത്തിയ ശേഷവും അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ആരും സംശയിച്ചില്ല. പക്ഷേ ഒരു ചെറിയ പിഴവുണ്ടായിരുന്നു. അതായത് കയ്യില് മുറിവുകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു സത്യത്തിൽ പോലീസിനെ ഈ കൊലയാളിയിലേക്ക് എത്തിച്ച ഒരു തുമ്പ് എന്ന് പറയുന്നത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ബിജുവിന്റെ ശരീരത്തിൽ ഈ 45ഓളം മുറിവുകൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് മരണം ഉറപ്പായിട്ടും വീണ്ടും കുത്തിയത്? 1ഓ 2ഓ കുത്തുമതി ഒരാളുടെ ജീവൻ ഇല്ലാതെയാകാനായിട്ട്. കഴുത്തിന് കുത്തിയിട്ട് ഒരാൾ തൽക്ഷണം മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ടും വീണ്ടും വീണ്ടും കുത്തിയെന്ന് പറയുന്നതിന് പിന്നിലെ കാരണം എന്താണ്? സത്യത്തിൽ ഈ ഒരു വിഷയം പുറത്തു വരുമ്പോൾ, ഈ പ്രതി പിടിയിലാകുമ്പോൾ ഞെട്ടുന്ന പകയുടെ ഒരു ചുരുളഴിയുകയാണ് എന്ന് നമുക്ക് പറയാം. കോഴിക്കോട് പാളയത്ത് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലാണ് 38 വയസ്സുകാരനായ ബിജുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ശരീരത്തിൽ ആകെ 45ഓളം മുറിവുകളാണ്. അതിൽ 18 എണ്ണവും 18 കുത്തുകളും കിട്ടിയിരിക്കുന്നത് കഴുത്തിനാണ്. കഴുത്തിലും വയറിലും ഒക്കെ ആഴത്തിൽ കുത്തിയിട്ടുള്ള മുറിവുകളാണ് മരണകാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സാധാരണമായിട്ടുള്ള ആക്രമണമല്ല, കൊലപാതക ശ്രമമല്ല അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കൊലയാളി മരണത്തിൽ തൃപ്തനാകാതെ ഈ ഒരു ക്രൂരത തുടർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സംഭവം പുറത്തു വന്നപ്പോൾ, ബിജുവിന്റെ മരണം പുറത്തു വരുമ്പോൾ ലഹരി മാഫിയയുടെ പേരാണ് ഉയർന്നു വന്നത്. കാരണം കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണം അതീവ ഗുരുതരമായതുമായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെടാതെ പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ തൂഫാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ലഹരി സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ബിജു പോലീസിന് നൽകിയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. വീടിനോട് ചേർന്നുള്ള ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടില് ഇത്തരത്തിലുള്ള മദ്യപാനവും ലഹരി ഉപയോഗവും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളായിരുന്നു ബിജു അവിടെ കൈമാറിയത്. ഇതോടുകൂടിയാണ് ആ ചോദ്യം ഉയരുന്നതും. പോലീസിനെ സഹായിച്ചതിന്റെ പക തീർക്കാൻ വേണ്ടിയിട്ട് ലഹരി സംഘമാണോ ബിജുവിനെ ഇല്ലാതെയാക്കിയത്, വകവരുത്തിയത് എന്നുള്ള ചോദ്യമായിരുന്നു. നാട്ടുകാരും ഒക്കെ പങ്കുവെച്ചത് ഇതേ സംശയം തന്നെയായിരുന്നു. അത് സ്വാഭാവികമാണ്, നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നും. കാരണം ബിജു പങ്കുവെച്ചത് വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ ലഹരി സംഘമാണ് ഈ ഒരു പ്രതികാരക്കൊല നടത്തിയത്, അതിന് കാരണമായത് ആരാണ്, ഈ വിവരം പോലീസിൽ നിന്ന് ചോർത്തിക്കൊടുത്തത് എന്നൊക്കെ രീതിയിലുള്ള, നമ്മളും ആ വാർത്ത കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ നോക്കൂ, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടല്ലേ ഈ ഒരു വിവരം പുറത്തു വരുന്നത്. ഈ പറയുന്ന പോലീസിന്റെ അന്വേഷണം ഒരു വഴിത്തിരിവിലേക്കൊക്കെ എത്തുന്നത് വീടിന് പുറത്തുള്ള ആളുകളാണോ, അല്ലെങ്കിൽ വീടിനകത്തുള്ള സാഹചര്യങ്ങള്, ആക്രമണത്തിന്റെ ഒരു രീതി,
പ്രവേശിപ്പിച്ച മാർഗം, അതായത് കൊലയാളി എങ്ങനെയാണ് ഈ വീടിനുള്ളിലേക്ക് കടന്നത്, ഇവയെല്ലാം പരിശോധിക്കുമ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെയൊക്കെ നോട്ടീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അറിയാവുന്ന, വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള കില്ലറുടെ ജോലി പോലെയേ അല്ലായിരുന്നു. അതിനിടെയാണ് ഈ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നത്. ബിജുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് ഈ സംശയിക്കപ്പെട്ട യുവാവും അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. എല്ലാവരോടും ചേർന്ന് ദുഃഖമൊക്കെ പ്രകടിപ്പിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസാണത്. സ്വാഭാവികമായും പോലീസിന്റെ നിരീക്ഷണം അവിടെ ഉണ്ടാവും. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇയാളുടെ കയ്യിൽ, ഈ 22 വയസ്സുകാരന്റെ കയ്യിലെ മുറിവുണ്ട്. തുടർന്ന് CCTV ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ചു. അവസാനം ഈ സംശയം എന്ന് പറയുന്നത് 22 വയസ്സുകാരിലേക്ക് തന്നെ എത്തുന്നതായിരുന്നു. ഒരു സംശയത്തിൽ നിന്ന് ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മാങ്കാവ് സ്വദേശിയായിട്ടുള്ള 22 വയസ്സുകാരനെയാണ്. ബിജുവിന്റെ ബന്ധുവാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഞെട്ടിക്കുന്ന ഒരു വസ്തുത. ഈ പോലീസിന്റെ പ്രാഥമിക നിഗമന പ്രകാരം നേരത്തെ ബിജുവും മറ്റ് ചിലരും ചേർന്നുകൊണ്ട് ഇയാളെ ബലമായി പിടിച്ചുകൊണ്ട്, മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടെന്ന് സംശയിച്ചത് കൊണ്ടോ മറ്റോ ഇയാളെ ബലമായി പിടിച്ചുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പകയാണ് ഈ 22 വയസ്സുകാരൻ ഈ ഒരു ക്രൂരതയ്ക്ക് കാരണമാക്കി മാറ്റിയത് എന്നുള്ളതാണ്. ലഹരി മാഫിയയുമായിട്ട് ഈ കേസിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള AP ഷൗക്കത്ത് അലി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ബിജു എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു ഇൻഫോർമർ ആയിരുന്നില്ല എന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ പ്രതികാര കൊലയാണ് എന്ന് വിലയിരുത്തിയ ഒരു കൊലപാതക കേസായിരുന്നു ഇത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു മുഖം കാണിക്കുന്ന കേസായിട്ട് ഇത് മാറുകയും ചെയ്തു. പക്ഷെ ഈ കേസിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമുണ്ട്. 45 മുറിവുകൾ, മരണം ഉറപ്പായ ശേഷവും തുടർന്ന ആക്രമണം. ഇത് വെറും ഒരു കൊലപാതകമല്ല, അസാധാരണമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ കഥ കൂടിയാണ്. സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഒരാള് ഇത്ര ക്രൂരമായിട്ട് കൊല്ലപ്പെടാമെന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ബിജുവിന്റെ ഈ കൊലപാതകം മാറുന്നുണ്ട്. അതുകൊണ്ട് ബിജുവിന്റെ മരണം എന്ന് പറയുന്നത് ഇപ്പോൾ വെറും ഒരു ക്രിമിനൽ കേസ് മാത്രമല്ല, കേരളത്തെ ഞെട്ടിച്ച ഒരു ചോദ്യമായിട്ട് മാറുകയാണ്. ഒരു മനുഷ്യനോട് എങ്ങനെയാണ് ഇത്രയും ഒരു പക ഒരാൾക്ക് തോന്നുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. മാത്രമല്ല ഈ കാര്യത്തിൽ ലഹരി സംഘമല്ല എന്ന് പറയുമ്പോഴും ലഹരി സംഘവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാം എന്നുള്ള ഒരു സാധ്യതകൾ കൂടിയാണ്. നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും തള്ളാൻ കഴിയില്ല. ഈ സാധനമൊക്കെ വലിച്ചേറ്റി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ വലിയ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്.